മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദുർഗ മഹാലക്ഷ്മിയെ എങ്ങനെ വഴക്ക് പറയുകയാണ് കേട്ടോ. നിനക്ക് എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയും, നിൻ്റെ നാവ് കാരണം മാത്രമാണ് നീ എല്ലാവരോടും പിടിച്ചു നിൽക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. നീ ഇവിടെ വന്നതിന് ശേഷമല്ലേ നിനക്ക് എല്ലാ ഭാഗ്യങ്ങളും വന്നത് എന്നിങ്ങനെ പറഞ്ഞ് മഹാലക്ഷ്മിയെ ഒരുപാട് വഴക്ക് പറയണം കേട്ടോ. അത് കേട്ടുകൊണ്ട് കണ്ണം പറയും, നിങ്ങൾക്ക് ഇവിടെ പറയാൻ മാത്രം ഒന്നുമില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരുടെയും മരണം ആംബുലൻസിൽ വരുന്നത് കാത്തിരുന്നവരാണ്. പിന്നെ ഞാൻ എന്താണെന്നറിയോ, എല്ലാം ദൈവം നിങ്ങൾക്ക് തരും. ഇപ്പോഴത്തെ ദൈവം അങ്ങനെയാണ്, പെട്ടെന്ന് തന്നെ ശിക്ഷ തരും. അതുകൊണ്ടാണ് അവൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അവളെ ദ്രോഹിക്കുന്നവർക്ക് ശിക്ഷ കിട്ടുന്നത് എന്നിങ്ങനെ പറയണ്ടോ. പിന്നീടും ദുർഗ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയണം, ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട വീടാണ്, പിന്നെയും നിനക്ക് എങ്ങനെടാ ഇങ്ങനെ പറയാൻ തോന്നുന്നത്? നീ ഒരു മനുഷ്യനാണോ? നീ ഇവള് പറയുന്നത് മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ എല്ലാം പറയണം കേട്ടോ. അതിനുശേഷം ദുർഗ കരഞ്ഞുകൊണ്ട് തന്നെ പോവുകയാണ്. പിന്നീട് മഹി പറയുന്നുണ്ട്, കണ്ണേട്ടാ അവരോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, അവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പക്ഷേ ഒരു കുഞ്ഞ്, എനിക്ക് ദൂരെ നിന്നെങ്കിലും ആ കുഞ്ഞിൻ്റെ കളിയും ചിരിയും കാണാമായിരുന്നു. പക്ഷേ അതിനെനിക്ക് പറ്റിയില്ലല്ലോ, ഒരുപാട് വിഷമമുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മഹാലക്ഷ്മി പോവുകയാണ്. കണ്ണനാകെ വിഷമത്തോട് കൂടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും പ്രതാപനും കൂടി മറുമരുന്നും കൊണ്ട് പോവുകയാണ്. ഉണ്ണി അങ്ങനെ ഐസിയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ണിയോട് പറയുക, എടാ മറുമരുന്ന് കിട്ടി, ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾ കൊടുക്കണം പറയണേ. എങ്ങനെ കൊടുക്കാനാ പറ്റുക? അതിൻ്റെ അകത്ത് നേഴ്സുണ്ട്, കിടക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയണം. പിന്നീട് ഞങ്ങളെ പോയിട്ട് എന്തായാലും ഡോക്ടറോട് പറയാ എന്ന് പറഞ്ഞതിന് ശേഷം പ്രതാപനും മുത്തശ്ശിയും കൂടി ഡോക്ടറോട് പോയി പറയണിട്ട്, ഇത് മറുമരുന്നാണ്, എത്രയും പെട്ടെന്ന് കൊടുക്കണം എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ ഡോക്ടർ പറയണം, മറുമരുന്നോ, എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അപ്പം നടന്ന കാര്യങ്ങളെല്ലാം മുത്തശ്ശി ഇങ്ങനെ പറയണം കേട്ടോ. മുത്തശ്ശി ഇങ്ങനെ പറയണം, പായസത്തിൽ ഇങ്ങനെ മരുന്നിട്ടു, വൈദ്യൻ്റെ നിന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. അതിനുശേഷം അത് കൂടുതൽ കഴിച്ച കാരണമാണ് ഇങ്ങനെ ആയത്. അതുകൊണ്ട് ഈ മരുന്ന് കൊടുത്തെങ്കിൽ മാത്രമേ മോൾക്ക് പെട്ടെന്നാവുള്ളൂ, എത്രയും പെട്ടെന്ന് കൊടുക്കണം എന്നിങ്ങനെ പറഞ്ഞ് ഇവരിങ്ങനെ ഒരേ ധൃതി പിടിക്കുകയാണ് കേട്ടോ. അതേസമയം ഡോക്ടർ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഇതല്ല ചെയ്യേണ്ടത്, പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കുകയോ വേണ്ടത്, നിങ്ങളുടെ കുഞ്ഞിനെയാണ് ഇല്ലാതാക്കിയത് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കൂട്ടുകൊണ്ട് പിന്നെ ഡോക്ടർ അവരെയും വിളിച്ചുകൊണ്ട് നേരെ പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന അതിനുശേഷം കരുണ കണ്ണ് തുറക്കണം കേട്ടോ. കണ്ണ് തുറന്നതിന് ശേഷം ഡോക്ടറോട് ചോദിക്കും, ഡോക്ടറെ എനിക്ക് എന്തോ പോലെ തോന്നണം, എൻ്റെ വയറിനൊക്കെ വല്ലാത്ത പ്രശ്നം തോന്നണം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കുക. ഈ ഒരു കുഴപ്പമില്ല എന്ന് പറയണം. അതിനുശേഷം പുറത്തേക്ക് വരികയാണ് ഡോക്ടർ കേട്ടോ. പുറത്ത് വന്നതും അവരോട് പറയുന്നുണ്ട്, നിങ്ങളെ ശരിക്കും ആ മരുന്ന് ഞാൻ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്, അവൾ കണ്ണു തുറന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ശരിക്കും ഒരു കുഞ്ഞിനെ കൊന്നിരിക്കണം, എന്തായാലും പോലീസ് കേസ് ആക്കണം എന്നിങ്ങനെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഉണ്ണി പറയും, ഞാനില്ല എന്ന് പറയണം. നീയില്ല പറഞ്ഞു കഴിഞ്ഞാൽ നീയാണല്ലോ കേസ് കൊടുക്കേണ്ടത് അവരെ എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം പ്രതാപനും മുത്തശ്ശി ഇങ്ങനെ പറയണം, വേണ്ട വേണ്ട, ഇനി ക്ഷമിക്കണം ഞങ്ങളോട്, ഇനി ഒരിക്കലും ചെയ്യില്ല, പോലീസ് കേസ് ആക്കരുത് എന്നിങ്ങനെ പറയണം. പിന്നീട് കാണിക്കുന്നത് മാർക്കോയും ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കും. ഫിലിപ്പോസ് വന്നിട്ട് പറയണം കേട്ടോ. ഫിലിപ്പോസ് വന്നിട്ട് പറയുമ്പോൾ ഒരു തെളിവും കിട്ടിയില്ല, എന്താ ഇനി ചെയ്യുക, നമ്മളാണല്ലോ കല്യാണം കഴിച്ചു കൊടുത്തത്, എന്തായാലും അവരുടെ കാര്യം നമ്മൾ നോക്കിയേ പറ്റുള്ളൂ, എങ്ങനെയെങ്കിലും തെളിവ് നോക്കണം. അവൻ ജോലിക്ക് പോയിട്ടുണ്ട്, സാർ അവിടെ ജോലി കൊടുത്തില്ലെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി കൊടുക്കണം എന്നെല്ലാം പറയണം കേട്ടോ. അതേസമയം സാഗർ ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറയും, എനിക്കിപ്പോൾ പറ്റില്ല, നിൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് ഞാൻ അറിഞ്ഞതിന് ശേഷം മാത്രം നിനക്ക് എപ്പോൾ വേണമെങ്കിലും ജോലി തരാം എന്നിങ്ങനെ പറയും കേട്ടോ. അതിനുശേഷം വിഷമത്തോട് കൂടിയിട്ട് സാഗർ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് ഒരാൾ കാണാം ഐസിയുലേക്ക് എന്ന് പറയണം. മുത്തശ്ശി പറയണം, ഞാൻ പോവാം എന്ന് പറയണം. പിന്നീട് പ്രതാപനോട് പറയണം, പ്രതാപ നീയും വായോ, മോള് കുഞ്ഞു പോയി എന്നുള്ളത് ഡോക്ടർ പറയും, നിങ്ങൾ പറയും, നിങ്ങളാണ് പറയേണ്ടത്, എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, ആ കുട്ടിക്ക് ഷോക്കാവും, ഷോക്കായി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവും, അതുകൊണ്ട് ഞാൻ പറയില്ല, നിങ്ങൾ എന്നെ പറയുക എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് മുത്തശ്ശി ആകെ കരയാണ്, ഞാൻ എങ്ങനെ പറയുകയെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഉണ്ണിയോട് കയർക്കുകയാണ്, നിന്നെ എൻ്റെ മോള് കല്യാണം കഴിച്ച് അന്ന് തുടങ്ങിയതാണ് അവൾക്ക് കണ്ണീര് എന്നിങ്ങനെ പറയും. ഉണ്ണി പറയും, എല്ലാ ഭാരവും എൻ്റെ തലയിൽ വെക്കേണ്ട, ഞങ്ങൾ ആണുങ്ങൾക്ക് പറ്റാത്ത നിങ്ങൾ പെണ്ണുങ്ങളല്ലേ ചെയ്തത്, അത് നിങ്ങൾ മാത്രമാണ് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് എന്ന് പറയുന്നത്. പിന്നീട് മുത്തശ്ശി കരഞ്ഞുകൊണ്ടും കരുണയെ പോയി കാണുകയാണ് കേട്ടോ. കരുണയെ പോയി കണ്ടതും കരുണ ഇങ്ങനെ ചോദിക്കുകയാണ്, മുത്തശ്ശി എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. മുത്തശ്ശി എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിന്ന് പോവുകയാണ്.